മൻമോഹൻ സിംഗിന്റെ വിയോഗം എന്നതൊരു കാലഘട്ടം രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഒരു വലിയ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ഒരു എന്താണ് ഒരു വിയോഗമാണ്. രാജ്യം ഏതു വഴിക്ക് നീങ്ങണം എന്ന 90കളുടെ തുടക്കത്തിലുണ്ടായ വലിയ ചോദ്യത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ ഉത്തരമായിരുന്നു സാമ്പത്തിക നയങ്ങളിലേക്ക് പോകുക എന്നത്. അന്ന് അതിന് മൻമോഹൻ സിംഗിന് പിന്തുണ നൽകിയത് നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയായിരുന്നു. നവലിബറൽ സാമ്പത്തിക നയങ്ങളോട് വലിയ എതിർപ്പ്, വിയോജിപ്പ് ഒക്കെ ആശയപരമായി ഉണ്ടെങ്കിൽ പോലും പിന്നീട് വന്ന ഏതെങ്കിലും ഒരു സർക്കാരിന് അതിൽ നിന്ന് മാറി നടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ വളരെ നിർണായക തീരുമാനമായിരുന്നു പുതിയ സാമ്പത്തിക വഴിയിലേക്ക് രാജ്യം സഞ്ചരിക്കുക എന്നത്. അതൊരു ധീരമായ തീരുമാനമായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൈക്കൊണ്ടത്. അതിന് നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി സർവാത്മന പിന്തുണ നൽകുകയും ചെയ്തു. 90കളിൽ 91 മുതൽ ഇങ്ങോട്ട് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങളുടെ മുഴുവൻ പ്രേരകശക്തിയായി, ചാലകശക്തിയായി നിലകൊണ്ടത് മൻമോഹൻ സിംഗ് എന്ന ധനമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയുമായ ഈ സാമ്പത്തിക വിദഗ്ധൻ്റെയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ളത് തന്നെയായിരുന്നു. 1970കളുടെ തുടക്കം മുതൽ ഇന്ത്യയുടെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ അദ്ദേഹം പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പല പ്രധാനമന്ത്രിമാരോടൊപ്പം ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ എന്നത് എന്താണ് എന്നത് അത് രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ ജോലി ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായിരുന്നില്ല. ഇപ്പോഴും പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്ന് പലരും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഒരു തരത്തിൽ അത് ശരിയാണ്. വിമർശനാത്മകമായും അതിനെ സമീപിക്കുന്നവരുണ്ട്. അതല്ല, അത്തരത്തിലുള്ള വിദഗ്ധരുടെ സേവനം ഭരണ രംഗങ്ങളിൽ ഉണ്ടാകണം എന്ന് തെളിയിച്ചത് മൻമോഹൻ സിംഗ് ആണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും മൻമോഹൻ സിംഗിനോട് യോജിപ്പും വിയോജിപ്പും ഉള്ളവരുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു പുതുവഴിയിലൂടെ രാജ്യത്തെ കൊണ്ടുപോയി അതിനോട് വിയോജിപ്പുണ്ടായിരുന്നവർ പിന്നീട് അധികാരത്തിൻ്റെ ഭാഗമാകുമ്പോഴും അവർക്ക് മറ്റൊരു വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇതുതന്നെ നടപ്പിലാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ ലിബറൽ സാമ്പത്തിക നയങ്ങൾ യൂറോപ്പിലും ഒക്കെ വലിയ തോതിൽ തിരിച്ചടി നേരിട്ട ഘട്ടത്തിലും ഇന്ത്യയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത് നമ്മളുടെ പൊതുമേഖല പബ്ലിക് സെക്ടർ യൂണിറ്റ് അത്ര ശക്തമായിരുന്നു. അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സമീപനം കൂടി മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. നമ്മളുടെ പൊതുമേഖല ബാങ്കുകളുടെ കരുത്തൊക്കെ അതിൻ്റെ ഭാഗമായി പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ അങ്ങേയറ്റം നിർണായക തീരുമാനമെടുത്ത ഒരു ധനമന്ത്രി എന്ന നിലയിൽ കൂടിയായിരിക്കും മൻമോഹൻ സിംഗിനെ ചരിത്രം രേഖപ്പെടുത്തുക. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, അങ്ങ് എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ഓർക്കുന്നത്? നമ്മളുടെ രാജ്യത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുൻപ് സ്വർണം പണയം വെച്ച് നിത്യനിദാനത്തിന് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലൂടെ കടന്നുപോയ രാജ്യത്തെ ഒരു GDP 6-7 ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് മൻമോഹൻ സിംഗ്. എങ്ങനെ താങ്കൾ അനുസ്മരിക്കുന്നു? ഒരു വ്യക്തിപരമായി ഒരു ബന്ധം കൂടി താങ്കൾക്ക് ഉണ്ടാകുമായിരിക്കുമല്ലോ അദ്ദേഹവുമായി, ഉറപ്പായും. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. ഇന്ത്യയെ ദേശീയ രാഷ്ട്രീയത്തെ വാനോളം ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്ലേശം കൊണ്ട് ഇന്ത്യ ശോഷിക്കുന്ന അന്തരീക്ഷം വന്നപ്പോൾ സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനാധിപത്യത്തെ പിടിച്ചു കുലുക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭങ്ങളിലെല്ലാം ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം വളരെ 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 മുമ്പിലാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ നയസമീപനങ്ങളോട് ഉള്ളവർ ധാരാളമുണ്ട്. അതൊക്കെ എന്തൊക്കെ പറയുമ്പോഴും പക്ഷെ അദ്ദേഹം ഒരു വഴിയിലൂടെ ഒരു ഇതുവരെ വന്ന വഴിയിൽ മാറി നടത്തി രാജ്യത്തെ. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തുകയും പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്തൊക്കെ അതിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ 90കളുടെ തുടക്കത്തിൽ നമ്മൾ തുടങ്ങി വെച്ച പുതിയ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഈ 2024 എത്തുമ്പോഴും അത് അതേ നിലയിൽ പോകുന്നു. അതിനടിത്തറയിട്ടത് മൻമോഹൻ സിംഗ് ആണ് എന്നതിൽ അദ്ദേഹത്തെ എതിർക്കുന്നവർക്കും തർക്കമുണ്ടാകില്ല. അന്ന്
വിയോജിപ്പ് രേഖപ്പെടുത്തിയ പലരും വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായും ഒക്കെ വരുമ്പോഴും അതിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ അത് അതേ നിലയിൽ തുടർന്നുകൊണ്ട് പോകുന്നു എന്നത് പിന്നീടുള്ള നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.